കരൂർ ദുരന്തം നൽകുന്ന പാഠം എന്താണ്? സത്യത്തിൽ ഈ കരൂരിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കാറുണ്ട്, ഇത്തരം ഒരു ദുരന്തം അവിടെ ഉണ്ടായതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. പക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അതിനെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സിനിമ നടന്മാരോട് അല്ലെങ്കിൽ നടിമാരോടൊക്കെയുള്ള ആരാധന എന്ന് പറയപ്പെടുന്നത് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ കാണിക്കുന്നത് പോലെ അല്ല. അതിനൊക്കെ എത്രയോ മുകളിലാണ്. അത് ആ ഒരു തമിഴ് ദ്രാവിഡ സംസ്കാരത്തിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഈ സിനിമ എന്ന് പറയപ്പെടുന്ന വ്യവസായത്തെ അത് അത്രത്തോളം ബാധിച്ചിരിക്കുന്നു, ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതുമാണ്. കാരണം അത് പഴയ കാലം മുതൽ എനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഒരു ചരിത്രം തന്നെ അത് തന്നെയാണ്. അണ്ണാദുരൈ മുതൽ ഇങ്ങോട്ട് ഈ കലൈഞ്ചർ ആണെങ്കിലും MGR ആണെങ്കിലും ഒക്കെ ഇതിന് പിന്നിൽ ആ സിനിമയുടെ അഭ്രപാളികളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക്, ജനാധിപത്യത്തിലേക്കൊക്കെ എത്തിയവരാണ്. അപ്പോൾ അവരെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുവാൻ തമിഴ്നാട്ടിലെ ജനത തയ്യാറായിരുന്നു എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ അങ്ങനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള വ്യക്തിപ്രഭാവമുള്ളവരാണോ, അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദ ഉള്ളവരാണോ, അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകുവാൻ അറിയുന്നവരാണോ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം മലയാളികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് ഈ നടന്മാർക്കും നടിമാർക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സിനിമാ മേഖലയിലുള്ളവർക്കാണ്. അങ്ങനെയുള്ളവരെ കൂടുതൽ പുകഴ്ത്തുവാനും ഒപ്പം തന്നെ അവരെ കൂടുതൽ അടുത്ത് അറിയുവാനും ഒക്കെ വേണ്ടി അവരോട് എപ്പോഴും സന്തത സഹചാരികളായി നടക്കുന്നവരെ പോലെ അവിടുത്തെ ജനങ്ങളും അവരെത്തുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരെത്തുന്ന ഇടങ്ങളിൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കാത്തു നിന്ന് അവരെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ തമിഴ്നാടിൽ സിനിമാ നടന്മാർ പറയുന്നത് വേദവാക്യമായിട്ടെടുത്ത് അവർക്ക് വോട്ട് ചെയ്യുവാൻ തുനിയുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പൂർണ്ണമായും അത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരാണ്. കാരണം ഞാൻ ഈ കരൂർ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയപ്പെടുന്നത് ചിന്തനീയമാണ്. നമ്മൾ കുറച്ചുകൂടി ആലോചിക്കേണ്ടതാണ്. ഒന്നും രണ്ടു പേരല്ല അവിടെ മരിച്ചു വീണത്, തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു പോകുന്നവരാണ്. നമുക്ക് അറിയാം, പല സ്ഥലങ്ങളിലും ഈ ഭക്തിയുടെ മറവിൽ ഈ തരത്തിലുള്ള മരണങ്ങൾ, കുംഭകോണം അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മരണം. അത് തിക്കിലും തിരക്കിലും പെട്ട് ഭക്തി, വളരെ വല്ലാത്ത ഭക്തി, ഇങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഭക്തി നോക്കുമ്പോൾ ആ ഭക്തിയുടെ വേളയിൽ എത്രത്തോളം തിക്കിലും തിരക്കിലും ചെന്ന് പെട്ടാലും ഒന്നും സംഭവിക്കില്ല എന്ന് മട്ടിൽ പോകുന്ന ഭക്തരെ കാണാൻ കഴിയും. അവരെയാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത്, മരണം സംഭവിക്കപ്പെടുന്നത്. അതുപോലെയാണ് നടന്മാർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി ജനഹൃദയങ്ങളിലേക്ക് എത്തപ്പെടുകയും ആ ജനഹൃദയങ്ങളിൽ നിന്ന് അവർ വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ഗിമിക്കുകൾ നടത്തുകയും ചെയ്യുന്ന വേളകളാണ് നമ്മൾ ഈ കണ്ട കരൂർ പോലുള്ള ഇടങ്ങളിൽ കാണുന്നത്. ഈ TVK എന്ന് പറയപ്പെടുന്ന പാർട്ടിയുമായിട്ട് നടൻ വിജയ് വരുമ്പോൾ ആ പാർട്ടിയുടെ വിജയസാധ്യത എന്ന് പറയപ്പെടുന്നത് ഈ നടൻ്റെ ഇമേജിൽ മാത്രം നിൽക്കുന്നതാണ്. ഒരാൾ ഒരു പ്രസ്ഥാനമായിട്ടും ഒരു പാർട്ടിയുമായി മാറുന്ന കാഴ്ചയാണ് അതിലൂടെ കാണുന്നത്. മുമ്പ് നമ്മൾ MGRനെ കണ്ടിട്ടുണ്ട്, കലൈഞ്ചർ കരുണാനിധിയെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ സിനിമയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജയലളിതയെ അത്തരത്തിലായിരുന്നു. അങ്ങനെ സിനിമ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും പലരുടെയും വിജയ തട്ടകമാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് ജനാധിപത്യത്തിലൂടെ, രാഷ്ട്രീയത്തിലൂടെ. പിന്നെ അവരുടെ അധികാരത്തിലേക്ക് എത്തി അവരുടെ സർക്കാരുകൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ എത്രത്തോളം അഡ്മിനിസ്ട്രേഷൻ പവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പൂർണ്ണമായിട്ടും ജനങ്ങളുടെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതുണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ എന്തും സൗജന്യമായി നൽകുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ, അതിപ്പോൾ അണ്ണാ-DMK ആണെങ്കിലും ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയപ്പെടുന്ന DMK ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സൗജന്യമായി കൊടുക്കുക. അത് TV ആവട്ടെ, സൈക്കിളാവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, മൊബൈൽ ഫോണുകളാവട്ടെ, എന്തിന് അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ വരെ
ജനങ്ങൾക്ക് സൗജന്യമായി നൽകി വോട്ട് നേടാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത് വാങ്ങി വോട്ട് നൽകുന്ന ഒരു സമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷെ കേരളത്തിൽ അത് നടക്കുമോ? കേരളത്തിൽ ഇങ്ങനെ സൗജന്യമായിട്ട് നൽകി അത് വാങ്ങി അതിനുശേഷം വോട്ട് നൽകാമെന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ടുള്ളതൊക്കെ വാങ്ങുമായിരിക്കും, പക്ഷെ അത് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയില്ല. ഈ സൗജന്യമായിട്ട് വാങ്ങുക എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ നമുക്ക് കിറ്റ് കൊടുത്ത് അധികാരത്തിലെത്തി എന്നുള്ള ഒരു അപഖ്യാതി നേടുന്ന സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ കൊറോണ കാലത്ത് കിറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് കേരളത്തിൻ്റെ വിഷയമാണ്. പക്ഷെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും കരൂരിലുണ്ടായ ദുരന്തം എന്ന് പറയപ്പെടുന്നത് വിജയ് ഉണ്ടാക്കിയെടുത്തതാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആരാധനാ ഭ്രാന്ത് മൂത്തിട്ട് ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി അതിനകത്ത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, അതാണ് ഞാൻ പറയുന്നത്, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ബന്ധം വിജയിക്കുമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. 2 മണിക്ക് അവിടെ ഒരു സമ്മേളന വേദി, കരൂരിലെ സമ്മേളന വേദിയിലേക്ക് നടൻ വിജയ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എത്തിയോ? 7:40 കൂടിയാണ് അദ്ദേഹം എത്തുന്നത്. വൈകുന്നേരം 7:40 കൂടി, ഉച്ചയ്ക്ക് 2 മണി തൊട്ട് കാത്തു നിൽക്കുന്ന ജനങ്ങളാണത്. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർക്ക് തോന്നുന്ന സമയം, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ 2 മണി എന്ന് പറയപ്പെടുന്ന ഉച്ച സമയമാണ്. ആ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ലഭിക്കില്ല എന്നുള്ളത് ബോധ്യമാണ് വിജയ്ക്ക്. കാരണം അന്നൊരു ഈ എല്ലായിടത്തും പ്രവൃത്തി ദിവസം കൂടിയായിരുന്നു. ആ പ്രവൃത്തി ദിവസത്തിൽ ആൾ കുറവായിരിക്കും. ഈവനിങ് വൈകുന്നേരമാകുമ്പോൾ ഓഫീസുകളും സ്കൂളുകളും കോളേജുകളും ഒക്കെ വിട്ടുവരുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു വലിയ സാന്നിധ്യം, യുവതികളുടെ ഒരു വലിയ സാന്നിധ്യം, കുട്ടികളുടെ ഒരു സാന്നിധ്യം ഒക്കെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ആരോ നൽകിയ ഒരു അവരുടെ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് വിജയ് 7:40 വരെ സമയമെടുത്തത്. അപ്പോൾ ഇത്രയും സമയം കാത്തുനിന്ന ജനങ്ങളുണ്ട്, ഈ പൊരിവെയിലും കൊണ്ട് കാത്തുനിന്നവർ. അങ്ങനെ ഈ മണ്ടന്മാരെ പോലെ ഈ വിജയ് എന്ന് പറയപ്പെടുന്ന ഒരു നടനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു സംസ്ഥാനം പോകുന്നു, സംസ്ഥാനത്തെ ജനങ്ങൾ പോകുന്നു എന്ന് പറയുന്നതിന് നിങ്ങളുടെ ഗതികേടാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രതിഫലമാണ് സത്യം പറഞ്ഞാൽ 41 പേരുടെ മരണമെന്ന് പറയപ്പെടുന്നത്. കുരുതിക്കളമാക്കി മാറ്റുന്ന തരത്തിലേക്ക് എത്തിയില്ലേ കരൂരിലെ ദുരന്തം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ചിന്ത നടക്കുന്നുണ്ടോ? എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? അവിടെയാണ് MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഏതെങ്കിലും വിധത്തിൽ ഇതിനകത്ത് വിജയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ആ അറസ്റ്റ് കൂടി ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, MK സ്റ്റാലിൻ, മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന് പറയപ്പെടുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഈ ദുരന്തത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിൽ വിജയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അന്വേഷണത്തിൽ തെളിയുകയാണ് എന്നുണ്ടെങ്കിൽ വിജയെ അറസ്റ്റ് ചെയ്യുവാനും മടിക്കില്ല. അപ്പോൾ വിജയുടെ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം. കാരണം വിജയ്ക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാൻ കഴിയില്ല. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ വന്ന് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജനങ്ങളെ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പുന്നതിന് പകരം അവിടുന്ന് മുങ്ങുകയാണ് ഈ വിദ്വാൻ വിജയ്. പിന്നെ ചെന്നൈയിലേക്ക് മുങ്ങുകയാണ്. പിന്നെ അവിടെ ആ ചെന്നൈയിൽ പോയിരുന്ന ഒരു കുറിപ്പ് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാത്രക്കുറിപ്പ് പോലെ ഒരു കുറിപ്പ്. അപ്പോൾ അങ്ങനെ ഇറക്കി ഇതാണ് ഒരു ജനനേതാവ് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ആയിരിക്കണമോ ഒരു ജനനേതാവ്? അപ്പോൾ വിജയ് എന്ന് പറയപ്പെടുന്ന ഒരു നടൻ തൻ്റെ കരിയറിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നേടിയെടുത്ത ഒരു സ്റ്റാമ്പുണ്ട്, ഒരു ഫാൻ ക്ലബ്ബുണ്ട്. ആ ഫാൻ ക്ലബിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയിൽ CM ആകുന്നതിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു നടനായി ഈ വിജയെ ബാക്കിയുള്ളവർക്ക് കാണേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കരൂർ ദുരന്തത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കരൂർ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെത്തപ്പെടുകയും ജനാധിപത്യത്തിലൂടെ ജനങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും സിനിമാ നടനെ മാറ്റിവെക്കുകയും ചെയ്തു വിജയ് എന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനൊരു ദുരന്തം നടന്നപ്പോൾ അവിടെ ഓടിയെത്താൻ പോലും കഴിയാത്ത, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത, സ്വന്തം തടി ഊരി അങ്ങ് ചെന്നൈയിലേക്ക് പറന്നുപോയ ഇയാളെ ആണോ അവിടെ മുഖ്യമന്ത്രിയായി എടുക്കേണ്ടത് എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവർക്കൊരു കൈത്താങ്ങായി അവിടെ വന്നിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഈ രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായനെ, ഇദ്ദേഹത്തിൻ്റെ മൂല്യം കുറച്ചുകൂടി വർദ്ധിച്ചേനെ.
പക്ഷെ അത് ചെയ്യാതെ പോയിടത്തോളം കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, മരണം സംഭവിച്ചിട്ടും അവിടെ ഒന്ന് എത്തി നോക്കാതെ പോയ വിജയിയെ സ്വീകരിക്കണ്ടേ എന്ന് ഹൈക്കോടതി തന്നെ തീർച്ചയായും. കാരണം ഇതാണോ ഒരു ജനനേതാവ്, ഇതാണോ ഒരു നേതാവ് എന്നുള്ള തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി തന്നെ, മദ്രാസ് ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അവിടുത്തെ ജനങ്ങൾ വിധി എഴുതണം. ഇതുപോലുള്ള വാഴകളെയാണോ അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് കരൂർ ദുരന്തം നൽകുന്ന പാഠമെന്ന് പറയപ്പെടുന്നത് നടന്മാരെ അമിതാവേശത്തോടു കൂടി ആരാധനാഭ്രാന്ത് മൂത്ത് CM എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദമെന്ന് പറയപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ വലിയ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഈ വരുന്നയാൾ അതിന് യോഗ്യനാണോ, അതിന് ശേഷിയുള്ളയാളാണോ, അതോ പാവപ്പെട്ട ജനങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടിസ്ഥാന വർഗത്തെ മനസ്സിലാക്കുവാനുള്ള കരുത്തുള്ള നേതാവാണോ എന്നുകൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അത് രാഷ്ട്രീയത്തിന് ഭൂഷണമാകുന്ന തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.